ടൈപ്പിൽ മതി. എങ്ങനെയുണ്ട്? ഓക്കെ, ഇനി ഷൂട്ട് ചെയ്യാം. അല്ല, ക്യാമറ എവിടെ വെക്കേണ്ടത്? ക്യാമറ ഞാൻ ഇങ്ങനെയൊക്കെ കളിക്കും, നീ അതൊക്കെ ഇങ്ങനെ വീശി പിടിച്ചോളാം. ഞങ്ങൾ സിനിമാ സംഘടനയിലെ ആൾക്കാരാ. സിനിമാ ഷൂട്ടിംഗ് നടക്കണമെങ്കിൽ ചില ഫോർമാലിറ്റികളുണ്ട്. താങ്കൾ സംഘടനയിൽ അംഗമായിട്ടില്ല? പിന്നെ എന്ത് ഭാവിച്ച് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? സുഹൃത്തുക്കളെ, അഹംഭാവമില്ലാത്ത ഭാവത്തോടെയാണ് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ആരെയും ഉപദ്രവിക്കാൻ ഞങ്ങളില്ല. ഫോർമാലിറ്റിയും ഫൈമാലിറ്റിയും ഒക്കെ നല്ല കാര്യം തന്നെ. ഞങ്ങളെ പാട്ടിന് വിട്ടേക്ക്. സംഘടനയെ ധിക്കരിച്ചാൽ വിവരം അറിയും. അതിന് സംഘടനയെ ഞങ്ങൾ ധിക്കരിച്ചില്ലല്ലോ. പിന്നെ ഈ സംഘടനകളൊക്കെ സംഘടിക്കാനും വളർത്താനും ഉള്ളതല്ലേ, അല്ലാതെ തളർത്താനുള്ളതല്ലോ. ഷൂട്ടിംഗ് സ്ഥലത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയവർ വല്ല കുഴപ്പമുണ്ടാക്കിയായിരുന്നോ? അവന്മാരോട് പോവാൻ പറ. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ 9 ദിവസം കൊണ്ട് വളരെ ഭംഗിയായി ഷൂട്ടിംഗ് പൂർത്തിയാക്കി സിനിമ തിയേറ്ററിലെത്തും. എത്തിക്കും ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. രാമനും സീതയും മലയാള സിനിമയുടെ തലവര മാറ്റും. സൂപ്പർ സ്റ്റാറായ നടൻ ലോകത്ത് ഞാൻ മാത്രമായിരിക്കും. അതുപോലെ സിനിമയുടെ സകല മേഖലകളും കൈകാര്യം ചെയ്ത് ഇറക്കിയ ആളും ഞാൻ തന്നെ. സതീഷ് ചെയ്തത് സിനിമയല്ല, വെറും കോപ്രായക്കളയാണെന്ന് ആക്ഷേപമുണ്ടല്ലോ. എന്നിട്ടാണോ സിനിമ ഇപ്പോഴും തിയേറ്റർ കളിക്കുന്നത്? ആക്ഷേപം പറയുന്ന കൊമ്പന്മാരുടെ സിനിമകളൊക്കെ കൊമ്പും കുത്തി വീഴുകയല്ലേ. അവരൊക്കെ കോടികൾ കളയുമ്പോൾ കൊച്ചു പടം കൊണ്ട് കോടികൾ കളക്ട് ചെയ്യുകയാണ് ഞാൻ. ഐ തിങ്ക് ഇതെനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. വൺ ആൻഡ് ഓൺലി സതീഷ് പണ്ഡിറ്റ്. ഇവൻ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? സിനിമ സൂപ്പർ ഹിറ്റായി ചാനലിൽ വരാൻ തുടങ്ങിയ അന്ന് മുതൽ തുടങ്ങിയതാ. നിലവിലുള്ള താരങ്ങൾ ആരെങ്കിലും സതീഷിനെ വിളിച്ചോ? വിളിച്ചിട്ടുണ്ടായിരിക്കാം. സിനിമ റിലീസായ അന്ന് മുതൽ ഞാൻ ടോട്ടലി ബിസിയാണ്. മൊബൈൽ ഫോണിന് റെസ്റ്റ് ഇല്ല. സംസാരിച്ച് എന്റെ ചെവിയുടെ ആപ്പീസ് പൊട്ടിപ്പോയി. എന്റെ മാനേജർ സുബേറാണ് ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ഞാനിവിടെ ഇരിക്കുന്നത് സതീഷ് സാർ ഉള്ളതുകൊണ്ടാണ്. സതീഷ് സാറിനെ പോലെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ, മനോഹരമായ ഇംഗ്ലീഷ് സംസാരിക്കുന്ന, ഹാൻഡ്സമായ വേറെ ആരാ ഉള്ളത്? ഈ സിനിമയ്ക്ക് ജനം ഇടിച്ചു കയറിയതും സിനിമ ഹിറ്റായതും നിന്റെ മിടുക്കൊണ്ടാണെന്നുള്ള ധാരണ വേണ്ട. കാശ് കൊടുത്ത് ആളെ ഇറക്കി തിയേറ്ററിൽ കയറ്റിയതാ ഞാൻ. അതുപോലെ കാശ് കൊടുത്ത് ഫാൻസ് ഉണ്ടാക്കി ആരവവും സൃഷ്ടിച്ചു. ചാനലുകളിൽ ഇന്റർവ്യൂ വരാനും ഞാൻ കാശിറക്കി കളിച്ചു. എനിക്ക് എന്റെ ലക്ഷ്യം നിറവേറ്റണം. അതിന് നീ നിലയ്ക്ക് നിൽക്കണം. റാൻമോളികളുടെ വാക്ക് കേട്ട് അധികം തുള്ളരുത്. സിനിമയിൽ ചാൻസ് നൽകാമെന്ന് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിഷ്ണുപ്രിയ എന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ഷൂട്ടിങ്ങിനിടയിൽ പീഡിപ്പിച്ചു എന്നാണ് പരാതി. വിഷ്ണുപ്രിയയോ? അവൾ സിനിമയിൽ അഭിനയിച്ചാണല്ലോ എന്ന് കരുതി പരാതിപ്പെട്ടുവിടാന്നുണ്ടോ? ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നാണല്ലോ. സകലരുടെയും സർട്ടിഫിക്കറ്റ് വാങ്ങി വെച്ചിട്ടാണ് ഞാൻ അഭിനയിപ്പിച്ചത്. പെണ്ണല്ലേ വർഗം, എപ്പോഴാ വേഷം ചീറ്റുക എന്ന് പറയാനാവില്ലല്ലോ. അമ്മയുടെ മകനായി ജീവിക്കുന്നതാണ് എന്റെ സുഖം. ഉഷേ, പോയി ജഗ്ഗിൽ ചൂടുവെള്ളം എടുത്തു. അതെന്തിനാ? അതൊക്കെയുണ്ട്, നീ എടുത്തിട്ട് വാ. സുറുമിയുടെ ഷൂട്ടിംഗ് ഉടനെ പൂർത്തിയാക്കണം. അമ്മേ, പെട്ടെന്ന് അതിനെനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അതത്ര അറിയാനൊന്നുമില്ല. അഭിനയിക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല സതീഷ് ഈ പൊസിഷനിലെത്തിയത്. ഞാൻ ആക്കിയെടുത്തതാണ്. എന്നാലും ഒരെന്നാലും ഇല്ല. ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി. മസിൽ പിടിച്ച് ചില അഭ്യാസങ്ങൾ കാണിക്കണം. പിന്നെ കുറച്ച് ഇംഗ്ലീഷും കാച്ചണം. ബാക്കിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. എനിക്കാകുമോ അമ്മേ? ആവും. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അൻവർ, നിന്റെ പ്ലാൻ പെട്ടെന്നൊന്നും നടക്കത്തില്ല. എന്റെ ഡേറ്റ്സ് ഒക്കെ ആകെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുക. കുഴഞ്ഞു മറിഞ്ഞതൊക്കെ നേരെയാക്കിയിട്ടാണല്ലോ നിങ്ങൾ ഇവിടം വരെ എത്തിയത്. അതൊന്നും അത്ര വേഗത്തിൽ മറക്കരുത്. ഞാനൊന്നും മറന്നിട്ടില്ല. താൻ എന്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കും. എനിക്കിപ്പോ എന്റെ അവസ്ഥയാ വലുത്. നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി കുറെ പടങ്ങൾ ചെയ്തു. ചിലത് വിജയിച്ചു, ചിലത് പൊട്ടി. താരമായ നിനക്കതൊന്നും വിഷയമല്ല. ആ സതീഷ് പണ്ഡിറ്റ് മേയാൻ തുടങ്ങിയതോടെ
നമ്മുടെ കാര്യം കുറെ കൂടി പരുങ്ങല്ലായി. നിന്റെ ഡേറ്റ് തന്നാ ഞാനൊരു പടമെടുക്കാം, എന്റെ സ്വന്തം പേരിൽ. അതൊന്നും എടുപിടിയും നടക്കുന്ന കാര്യങ്ങളല്ല. ഒരു കാര്യം ചിത്താൻ പോയിട്ട് പിന്നെ വാ. ഓഹോ, എന്നെ പറഞ്ഞു വയ്ക്കാനൊക്കെ ആയി നീ. ഛേ, ഇത് വലിയ ശല്യമായല്ലോ. ഞാനിപ്പോ നിനക്ക് ശല്യമായല്ലേ? ഇപ്പൊ താരമായി വിലസുന്ന സുന്ദരന്റെ ഭൂതകാലം ഞാൻ ഓർമ്മിപ്പിക്കണോ? ഒരു പാവം പെണ്ണിനെ പറഞ്ഞു പറ്റിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് നീ ചെയ്ത വൃത്തികേടുകളൊന്നും താരത്തിന്റെ കുപ്പായമിട്ടാൽ ഇല്ലാതാവില്ല.